നമസ്കാരം, ഞാൻ ഫാത്തിമ ബീഗം. മണിപ്പാൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമക്കോളജിയിൽ PhD റിസർച്ച് സ്കോളറാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. മെഡിക്കേഷൻ എറേഴ്സ് ആൻഡ് റോൾ ഓഫ് എ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. ഒരു ഫാർമസിസ്റ്റിന് പേഷ്യൻ്റ് കെയറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റി ഇൻഷുർ ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണുള്ളത്. മെഡിക്കേഷൻ എറേഴ്സ് ഒക്കെ കുറച്ച്, അതുപോലെ തന്നെ പേഷ്യൻ്റ് മോണിറ്ററിങ് ഇംപ്രൂവ് ചെയ്ത്, ഇങ്ങനെ പേഷ്യൻ്റ് സേഫ്റ്റി ഇൻഷുർ ചെയ്യാന്നുള്ളൊരു കർത്തവ്യമാണ് ഫാർമസിസ്റ്റിനുള്ളത്. മെഡിക്കേഷൻ എറേഴ്സ് എപ്പോഴും ADRന് റിസൾട്ട് ചെയ്യും. റോങ് ആയിട്ടുള്ളൊരു ഡ്രഗ് പേഷ്യൻറ്റിന് കൊടുക്കുന്ന വഴി നമുക്കറിയാം അഡ്വേഴ്സ് ഡ്രഗ് എഫക്ട്സ് ഉണ്ടാവും. കറക്റ്റ് ഡ്രഗ് യൂസേജ് എന്ന് പറയുന്നത് 5 റൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. റൈറ്റ് ഡോസ്, റൈറ്റ് ടൈമിൽ, റൈറ്റ് മെഡിക്കേഷൻ, റൈറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, റൈറ്റ് ഡോസേജ് റെജിമെൻ കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് യൂസ് ഓഫ് മെഡിസിൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ മെഡിക്കേഷൻ എറേഴ്സിന് മോർബിഡിറ്റി, മോർട്ടാലിറ്റി ഉണ്ടാക്കാൻ കഴിയും. ഇനി എന്താണ് മെഡിക്കേഷൻ എറേഴ്സ്? ഒരുപാട് ഡെഫിനേഷൻസ് നൽകിയിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ശരിക്കും ഇല്ലെന്ന് വേണം പറയാൻ. എന്നാലും നാഷണൽ കോർഡിനേറ്റിംഗ് കൗൺസിൽ ഫോർ മെഡിക്കേഷൻ എറർ പ്രിവെൻഷൻ ആൻഡ് റിപ്പോർട്ട്സ് അവരൊരു ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട്. അതായത് എനി പ്രിവെൻറ്റബിൾ ഇവൻറ്റ് ദാറ്റ് കോസ് ഓർ ദാറ്റ് ക്യാൻ ലീഡ്സ് ടു ഇംപ്രോപ്പർ മെഡിക്കേഷൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഹാം വൈ ദ മെഡിക്കേഷൻ ഇസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ. മെഡിക്കേഷൻ എറേഴ്സ് ഞാൻ പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ക്യാൻ ലീഡ്സ് ടു മോർബിഡിറ്റി, മോർട്ടാലിറ്റി എന്ന്. ഇനി ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മെഡിക്കേഷൻ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് WHO നേരത്തെ പറഞ്ഞ നാഷണൽ ഏജൻസിയും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇംപ്രോപ്പർ മെഡിക്കേഷനും ഇംപ്രോപ്പർ പേഷ്യൻറ്റുമാണ്. ഇത് കൂടാതെ പ്രിസ്ക്രൈബിംഗ് എറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒമിഷൻ എറേഴ്സ് ഉണ്ട്, അതുപോലെ അൺഓതറൈസ്ഡ് ഡ്രഗ് യൂസ് ചെയ്യുന്നത് വഴി, ഇംപ്രോപ്പർ ഡോസ് യൂസ് ചെയ്യുന്നത് വഴി മെഡിക്കേഷൻ എറേഴ്സ് ഉണ്ടാവാം. അതുപോലെ റേറ്റിംഗ് റോങ് ഡോസ് പ്രിപ്പറേഷൻ വഴി, അതുപോലെ തന്നെ റോങ് ഡോസ് പ്രിസ്ക്രിപ്ഷൻ വഴി. ഇത് കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ഉണ്ടാവും. എപ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ഉണ്ടാകുന്നത്? ഒരു പേഷ്യൻറ്റിന് നമ്മൾ റോങ് ഡോസ് കൊടുക്കുക, അല്ലെങ്കിൽ എക്സസ് ഡോസ് കൊടുക്കുക, റോങ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ കോംപ്ലിയൻസ് എറേഴ്സ് ഉണ്ടാവാം. അതായത് ഒരു ഡിസ്പെൻസിങ് പ്രൊസീജിയറിലും അതുപോലെ തന്നെ പ്രിസ്ക്രൈബിംഗ് പ്രൊസീജിയറിലും എന്തെങ്കിലും പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ കോംപ്ലിയൻസ് എറേഴ്സ് ഉണ്ടാവാം. ഇനി മോണിറ്ററിങ് എറേഴ്സ് ഉണ്ടാവാം. അതായത് ഹെപ്പാറ്റിക് ഇഞ്ചുറി ഉള്ളൊരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ റീനൽ ഇൻസഫിഷ്യൻസി ഉള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ പ്രോപ്പർ മോണിറ്ററിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ADR. അങ്ങനെ അതും എറേഴ്സിന് കാരണമാകാം. ലോ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ് നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡ്രഗ്സിനെ മോണിറ്റർ ചെയ്യാത്തത് വഴിയും തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ മോണിറ്ററിങ് എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോസസ് ഓഫ് എറേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് എക്സ്പയറി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൊടുക്കുക, റോങ് റൂട്ട് കൊടുക്കുക, ഡ്രഗ് ഇൻ്ററാക്ഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, റോങ് ടൈമിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ തന്നെ എറേഴ്സിന് കാരണമാകാം. ഇനി എന്താണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ, ക്വാളിഫൈഡ് ഫാർമസിസ്റ്റിൻ്റെ റോള് ഈ മെഡിക്കേഷൻ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട്? ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്, അതായത് ഡോസിനെ പറ്റി, ഡോസേജ് റെജിമിനെ പറ്റി, ഡ്രഗ് ഇൻ്ററാക്ഷൻസിനെ പറ്റി, കോൺട്രാ ഇൻഡിക്കേഷൻസിനെ പറ്റി ഒക്കെ അറിവുള്ള ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റിന് ഒരു പരിധിവരെ അല്ലെങ്കിൽ വളരെയധികം മെഡിക്കേഷൻ എറേഴ്സിനെ തടയാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ് തടയാൻ സാധിക്കുന്നത്? അവർക്ക് പ്രോപ്പർ ഡെലിവറി പറഞ്ഞു കൊടുക്കാനായിട്ട്, ഡ്രഗ് ഡെലിവറി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പ്രോപ്പർ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പേഷ്യൻറ്റിന് ടൈം ഓഫ് കൺസെപ്ഷൻ, പ്രോപ്പർ ടൈം ഓഫ് കൺസെപ്ഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഡ്രഗ് ഇൻട്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. കോൺട്രാ ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു നല്ല ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് പേഷ്യൻറ്റിന് എന്ത് ചെയ്യുക, കൗൺസിൽ ചെയ്യുക, അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വഴി, പേഷ്യൻറ്റുമായിട്ട് സ്പീക്ക് ചെയ്യുന്നത് വഴി അവർക്ക് നിലവിലുള്ള അസുഖങ്ങളെ പറ്റി, ഫോർ എക്സാമ്പിൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിൾ, അവർക്ക് പല ഡിസീസും ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഡ്രഗ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്, ഏതൊക്കെ ഡ്രഗ്സ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു ഐഡിയ ഫാർമസിസ്റ്റിന് ലഭിക്കും. പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ അറിയിക്കാനും സാധിക്കും. ഇതൊക്കെ വഴി മെഡിക്കേഷൻ എറേഴ്സ് വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഒരു ഫാർമസിസ്റ്റിന് സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ റോള് തന്നെയാണുള്ളത് ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ. പണ്ട് ഡിസ്പെൻസിങ്ങിൽ മാത്രം ഒതുങ്ങി നിന്ന ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഫഷൻ ഇപ്പോൾ നമുക്കറിയാം ക്ലിനിക്കൽ സൈഡിലും അതുപോലെ ഗവേഷണ മേഖലകളിലും ഇൻഡസ്ട്രിയിലും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഡൊണാൾഡ് ബ്രാറ്റ്ലിയുടെ വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ ലെക്ചർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ ഫാർമസി അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സർവീസസ് ഓഫ് എ ഫാർമസി is the safe use of medicines by the society. അതെ,
ഫാർമസി പ്രൊഫഷനും അതുപോലെ തന്നെ ഫാർമസിയുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്തായിരിക്കണം? നമ്മുടെ പേഷ്യൻസ് മെഡിസിൻസ് സേഫായിട്ട് യൂസ് ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുന്നതായിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു.